സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുടർച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ അവരെ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നിരിക്കുന്ന UDFിൻ്റെയും BJPയുടെയും അതേപോലെ തന്നെ LDFിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അതിൽ UDF എന്താണ് ചെയ്തതെന്നും BJP എന്താണ് ചെയ്തതെന്നും LDF എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇതുവരെ അവിടെ ചെയ്തിട്ടുണ്ടെന്നും ഉള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളിൽ LDFിനെ കുറ്റം പറഞ്ഞുകൊണ്ട് UDF നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അതായത് വലിയ രീതിയിൽ UDF ഈ ഒരു കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. UDFിലുള്ള എല്ലാ നേതാക്കന്മാരും VD സതീശൻ അടക്കമുള്ള എല്ലാ മുൻനിരയിലുള്ള നേതാക്കന്മാരും LDFിനെ സഖ്യം ചേർന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം എന്നുള്ളൊരു അജണ്ട ഉള്ളത് കൊണ്ടാണ് LDFിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അല്ലാതെ LDFിനോട് അനുഭവം ഉള്ളത് കൊണ്ടൊന്നുമല്ല. LDF എന്ന് പറയുന്നൊരു പാർട്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികളിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മുൻപത്തെ വീഡിയോസിൽ നമ്മൾ LDFിനെ അതിരൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. LDFിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. LDFിൻ്റെ ആ ഒരു ഭരണകാലത്ത് ഇരിക്കുന്ന പോലീസുകാരെ പറ്റിയെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയും അതേപോലെ തന്നെ UDFും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ LDFിനെതിരെ സംസാരിക്കുന്നത്. അതിൽ LDF വീട് വെച്ച് നൽകിയതിനെതിരെ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്. UDF ഈ പണം പിരിവ് നടത്തിയിട്ട് ആ പണപ്പിരിവ് നടത്തിയ ആ പണം അല്ലെങ്കിൽ കിട്ടിയ തുകയെല്ലാം എവിടെയാണെന്ന് പലരും ചോദിക്കുമ്പോൾ അതിൽ വിമുഖത കാണിക്കുന്ന VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാരെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കാണുന്നുണ്ടല്ലേ. ഒരാളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് 5 കോടി രൂപയാണ് സമാഹരിച്ചതെന്ന് UDF അവകാശപ്പെട്ടിട്ട് വെറും 10 ദിവസത്തിനകത്ത് തറക്കല്ലിട്ടുകൊണ്ട് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞൊരു VD സതീശനെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീടിന്റെ പണി എന്തായെന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി അവിടെയും ഇവിടെയും തൊടാതെ പല കഥകളും പറഞ്ഞുകൊണ്ട് പല കാരണങ്ങളും ഇട്ടുകൊണ്ട് പല രീതിയിൽ മെഴുകുന്ന ഒരു VD സതീശനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ VD സതീശൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൈരളി TV പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താണ് VD സതീശ പറഞ്ഞ കാര്യത്തിൽ ഉറപ്പില്ലേ, അല്ലെ എന്താണ് VD സതീശ അന്നും ഇന്നുമൊക്കെ മാറ്റി മാറ്റി ഓരോന്നിങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൈരളി ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുക. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ അന്വേഷിച്ച് ഇന്ന് പറഞ്ഞത് കണ്ടോ. അല്ലല്ല അവിടെ അതിന്റെ വീട് പണി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാല് പണം ഉണ്ടെന്നേ. അല്ലല്ല അവിടെ അതിന്റെ വീട് പണി തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാല് പണം ഉണ്ടെന്നേ. പണം കൊടുക്കാൻ AICCയിൽ പൈസ തരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഇതൊക്കെ ആ വിഷയം ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞ് ക്ലിയർ ചെയ്ത. വേറെ വല്ലതും ചോദിക്കും. കണ്ടില്ലേ, ആ വിഷയങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് വലിയ വിമുഖതയാണ്. അന്ന് ഈ ഒരു സംഭവത്തിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് VD സതീശൻ പറഞ്ഞത്, ഞങ്ങൾ പണപ്പിരിവ് നടത്തി ആ കിട്ടിയ പണത്തിന് ഞങ്ങൾ സ്ഥലവും വാങ്ങി വീടിന്റെ പണിയും ആരംഭിച്ചു, തറക്കല്ലിട്ട് പണി ആരംഭിച്ചു എന്നാണ്. നിങ്ങളവിടെ പോയി അന്വേഷിക്കൂ എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഈ VD സതീശൻ പറഞ്ഞതിനെതിരെ അല്ലെ VD സതീശൻ പറഞ്ഞൊരു കാര്യത്തിനെ മെഴുകിക്കൊണ്ട് പല ആളുകൾ രംഗത്തേക്ക് വന്ന് നമ്മൾ കണ്ടതാണ്. ഇത് ശരിക്കും പിന്നീട് എവിടെ വെച്ചാണ് UDFിന് പാളിപ്പോയെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അതായത് നമുക്കറിയാം, ധീരനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവുണ്ട്, M സ്വരാജ്. എല്ലാ ആളുകൾക്കും രാഷ്ട്രീയ ഭേദമന്യേ അല്ലെ രാഷ്ട്രീയമില്ലാതെ എല്ലാ ആളുകളും സ്നേഹിക്കുന്ന ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു പോരാളി കൂടിയാണ് M സ്വരാജ് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും തൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന അല്ല തൻ്റെ വ്യക്തിത്വത്തിലും നിലപാടിലും ഉറച്ചു നിൽക്കുന്ന, ഉപയോഗിക്കുന്ന ഓരോ വാക്കും എവിടെ ഏതൊക്കെ രീതിയിൽ കൊള്ളണമെന്ന് നിശ്ചയദാർഢ്യമുള്ള അല്ലെ അങ്ങനെ ഉറച്ച ബോധ്യമുള്ളൊരു നേതാവ് തന്നെയാണ് M സ്വരാജ്. എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ കേൾക്കാനായിട്ട്. കാരണം ഇദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒരിക്കലും ഒരു കള്ളം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കാറില്ല. ഏത് കാര്യത്തെപ്പറ്റി പറഞ്ഞാലും ആ കാര്യത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളൊരു മനുഷ്യനാണ് M സ്വരാജ്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ പ്രസ്താവനകളും ഓരോ പ്രസംഗങ്ങളും ഓരോ ഇൻ്റർവ്യൂസും എല്ലാം ഞാൻ കുത്തിയിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് ഇയാളുടെ ഒരു വാർത്താ സമ്മേളനം വരിക, അല്ലെ ആ രീതിയിലാണ് ഇയാളുടെ ഒരു പ്രസംഗം വരിക. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആദ്യ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുമെന്ന് സ്വരാജ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കൃത്യം 3-ാം പത്രസമ്മേളനത്തിൽ വയനാട് ഫണ്ട് കട്ട് മുടിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സ്വരാജ് ഒരു പ്രയോഗം നടത്തി. ശവം തൂക്കികൾ. ശേഷം നുണയ്ക്ക് മുകളിൽ നുണയുമായി പറഞ്ഞിരുന്ന സതീശന്റെ അടക്കം
നിയന്ത്രണം നഷ്ടമായി. ക്രിസംഗി ജിൻഡോ ജോണിനും പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടവും പിച്ചും പെയ്യും പറയാൻ തുടങ്ങി. അലമ്പൻ രാജു പി നായർ പ്രഷർ കൂടി CPIMനെ കണക്കിന്റെ പേരിൽ വെല്ലുവിളിച്ചു. നായർ നാവ് വായിലിടുന്നതിന് മുൻപ് കൃത്യമായ കണക്കെത്തി. അവസാനം ഗതിയില്ലാതെ ഇന്നലെ KPCC പ്രസിഡന്റ് ഒരു തട്ടിക്കൂട്ട് കണക്കുമായി വന്നു. ഇപ്പോൾ ആകെ നാറി പുഴുത്ത് ചീഞ്ഞിരിക്കുന്നു. ഷാഫി പറമ്പിൽ അടക്കമുള്ള റീൽസോളികൾക്ക് ഇപ്പോൾ റീൽസുമില്ല, ഒരു കോപ്പുമില്ല. പത്രക്കാരുടെ ഓമനയായിരുന്ന പറമ്പിനിപ്പോൾ ചോദ്യം ഭയന്ന് പത്രക്കാരെ കാണാതെ മുങ്ങി നടക്കുന്നു. ഒറ്റപ്പേര്, സഖാവ് M സ്വരാജ്. സ്വരാജ് ഒരു കുഴി അങ്ങ് കുത്തി. ആ കുഴിയിൽ വീണ് കോൺഗ്രസ് ഇപ്പോൾ കൈകാലിട്ടടിക്കുന്നു. ഇനി 2 പിടി മണ്ണ് വാരിയിട്ട് മൂടുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് വയനാടിൻ്റെ മറവിൽ പണം തൂക്കിയ ആ ഒരു ശവം തൂക്കികളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് M സ്വരാജ് മറുപടി കൊടുത്തത്. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? ഈ ആളുകളാണ് ഇപ്പോൾ പറയുന്നത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകുമെന്ന് പറഞ്ഞ ആളുകൾ ഇവരിത് പറയാൻ കാരണം KSRTC ഇന്ന് ലാഭകരമാം വിധം ഓടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് KSRTC ഈ രീതിയിൽ ലാഭകരമായിട്ടുള്ള രീതിയിൽ ഓടുന്നത്? അത് ഇടതുപക്ഷ സർക്കാർ ഉള്ളത് കൊണ്ടാണല്ലേ? ഒരു ബേസ്മെൻ്റ് ഉള്ളത് കൊണ്ട്, ഇടതുപക്ഷം എന്ന് പറയുന്നൊരു ബേസ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് KSRTC ഇന്നീ കാണുന്ന രീതിയിലേക്ക് വളർന്നു വന്നത്. അതോടൊപ്പം തന്നെ ആ KSRTC വളർന്നു വന്നതിൻ്റെ കൂടെ തന്നെ ഈ നമ്മുടെ വിഴിഞ്ഞം മദർ പോർട്ടില്ലേ, അതിൻ്റെ അടുത്ത് ഈ പറയുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മത്സ്യ എന്ന് പറയുന്നൊരു ബസ്സും ഇടതുപക്ഷ സർക്കാർ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് സൗജന്യമാണ്. ആർക്കാണ്? മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന അവിടുത്തെ തൊഴിലാളികൾക്ക്, അല്ല അവിടുത്തെ അമ്മമാർക്കും അവിടെയുള്ള ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും എല്ലാം സൗജന്യമായിട്ട് ആ വാഹനത്തിൽ പോകാം. അത് ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടു, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറയുന്നൊരു വാഗ്ദാനമാണോ അതോ മത്സ്യ എന്ന് പറയുന്ന ബസ് കൊടുത്തതാണോ ഏറ്റവും വലുതെന്നുള്ളത്. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ബസ്സിൽ സൗജന്യമായിട്ട് കൊണ്ടുപോകാമെന്ന് UDF കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഒരാളും പറയുന്നതിന് മുൻപ് തന്നെ KSRTC ആദ്യം ലാഭകരമാം വിധം ഓടിച്ചു. രണ്ടാമത് ഈ പറയുന്ന മത്സ്യ എന്ന് പറയുന്ന ഒരു ബസ്, അല്ലെ മത്സ്യ എന്ന പേരിൽ ഒരു ബസ് സർവീസ് അവർക്ക് വേണ്ടി ആരംഭിച്ചു കൊടുത്തു. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാർ മുൻപേ വിട്ട കളികളാണ്, അല്ലെ ചെയ്ത കളികളാണ്. ഇതിപ്പോഴാണ് UDFും BJPയും അടക്കമുള്ള ആളുകൾ KSRTCയുടെ ഇടം വലം പിടിച്ചുകൊണ്ട് വരുന്നത്. KSRTC ലാഭകരമാവുന്നതിന് മുൻപ് ഇവർക്കൊന്നും പറയാനില്ല. ലാഭകരമായ സമയത്ത് ഇവർക്കെല്ലാം KSRTCയുടെ വിഹിതം വേണം എന്നുള്ള രീതിയാണ് കേട്ടോ. അപ്പോൾ VD സതീശൻ്റെ കുറേ പ്രസ്താവനകളുണ്ട്. അതിൽ പല ആളുകളും പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കുന്നത്. അതായത് വയനാടിൻ്റെ പേരിൽ, അല്ലെ വയനാട് ഫണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് വീട് പണിത് നൽകിയിരിക്കുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ മുഖ്യമന്ത്രി എടുത്ത് പലരും ചോദിക്കുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി കൊടുക്കുന്ന വ്യക്തമായിട്ടുള്ളൊരു മറുപടിയുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. എന്തുകൊണ്ടാണ് വയനാട് ടൗൺഷിപ്പിലേക്ക് എല്ലാവരെയും താമസിപ്പിക്കാനായിട്ട് വൈകുന്നതെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്നൊരു മറുപടിയാണ്. അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിന്റെ അവസ്ഥ എന്താണെന്ന്. അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കിയത്. അവരുമായി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായമായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരു നാട്ടിൽ ഒരു കുടുംബം പോലെ ജീവിച്ചവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ സഹായം നൽകിയാൽ ഞങ്ങൾ അതും വാങ്ങി ഓരോ കൊമ്പത്താവും. അപ്പം ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഇത് അവരുടെ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാമെന്ന് ആലോചിച്ചു. ആ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കങ്ങ് തീരുമാനിക്കല്ല ചെയ്ത്, ഗവൺമെൻറ് നിലക്ക് മാത്രം തീരുമാനിക്കല്ല ചെയ്ത്. പ്രതിപക്ഷത്തിന് റോളുണ്ടല്ലോ. എല്ലാവരും ആ ഘട്ടത്തിൽ ഒന്നിച്ചല്ലേ ഒരു വികാരത്തിലേ നിൽക്കുന്നത്. അവരെ ഞങ്ങൾ വിളിച്ചു, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, സംസാരിച്ചു. എങ്ങനെയാണ് സ്ഥലമെടുക്കേണ്ടത്, ആ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, വീടിന് പൈസ ഈ ഓഫർ ചെയ്തവർ പൈസ തരേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. പൊതുവായ തീരുമാനം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്ന നില വന്ന് ടൗൺഷിപ്പ് എന്നുള്ള ആശയം വന്നു. ഞാൻ ഈ ചോദ്യത്തിന് മാത്രം പറയാം, ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട് നിർമ്മാണം പൂർത്തിയായി. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പോൾ അവർ അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി, താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷേ മാലിന്യനിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിന് ശേഷമാകാം, ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അവകാശരേഖ പട്ടയം തന്നാൽ മതി. ഇത് അവരുമായി ചർച്ച ചെയ്ത കാര്യമാണ്, അവരുടെ അഭിപ്രായമാണ്. അപ്പോൾ വിഷുവിന് മുൻപ്
താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പോൾ അടുത്തല്ല, ഏതായാലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇതൊന്നും അവരെ യേശുന്ന കാര്യമല്ല കേട്ടോ. അവരെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അവർ സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കണ്ടില്ല, വളരെ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഇടതുപക്ഷത്തിൻ്റെ ഇരട്ടച്ചങ്ങനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകുന്നത്. അവരെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. കാരണം അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ നേടിക്കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ സഹായകരമായിട്ട് മുന്നിലേക്ക് നിന്നിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പകൽ പോലെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ വെളിച്ചത്തിലേക്ക് ആർക്കും ഇരുട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും പോയി അന്വേഷിക്കാം, എന്തുകൊണ്ടാണ് അവിടെ വീട് വെച്ച് നൽകിയിട്ട് ഇത്രയും അവരെ കയറ്റി താമസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കയറ്റി അവർക്കൊരു വീട് മാറിക്കൊടുക്കാനായിട്ട് സമയമെടുക്കുന്നതെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യം പറയുന്നത്. അതായത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ് ഞങ്ങൾ ശരിക്കും ഒരു വീടായിട്ടല്ല ജീവിച്ചത്, ഒരു കുടുംബമായിട്ടാണ് എല്ലാവരും ജീവിച്ചത്. ആ രീതിയിൽ തന്നെ ഞങ്ങൾക്കൊരു പുതിയൊരു വീട് വരുമ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതി ടൗൺഷിപ്പ് എന്നതുപോലെ ഒരു പ്ലോട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഏരിയ മുഴുവൻ എടുത്തിട്ട് ആ ഏരിയയിൽ മുഴുവനും ഒരു വീട്, ഒരു സാമ്രാജ്യം പോലെ വീട് പണിത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആ വീട് പണിത് കൊടുത്താൽ മാത്രം പോരാ, അവിടെയുള്ള ആളുകൾക്ക് ഒരുമിച്ച് ഓരോ വീടുകളിലും ഒരുമിച്ച് അവർക്ക് താമസത്തിന് വരണമെന്ന് അവരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും താമസം എടുത്ത് ഈ വരുന്ന വിഷുവിന് മുൻപ് തന്നെ താക്കോൽ ദാനം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ ഒരു ചോദ്യങ്ങളിൽ UDFും അതേപോലെ തന്നെ BJPയും മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഇടതുപക്ഷം സ്വർണം കട്ട് മുടിപ്പിച്ചു, ശബരിമലയിലെ സ്വർണം കട്ട് മുടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അത് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റി ഒന്നും പറയാനായിട്ട് ആർക്കും താല്പര്യം. അല്ലെങ്കിലും നല്ലത് ചെയ്താൽ ആരും ഒന്നും പറയില്ലല്ലോ. മോശം ചെയ്യുന്നത് മാത്രമേ കണ്ടുപിടിക്കാൻ ആളുള്ളൂ. മോശം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ട് കൂട്ടർക്കും, അതായത് ഈ BJPക്കും UDFനും LDFനും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇൻവോൾവ്മെൻ്റ് ഒരു കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അപ്പോൾ അതിലൊരാളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നല്ലത് ചെയ്യുന്നൊരു പാർട്ടിയും മോശം ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ മോശം ചെയ്യുന്നതിനെ അനുകൂലിക്കുന്നൊരു പാർട്ടിയുമാണ് എതിർപക്ഷത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കൺമുൻപിൽ കാണുന്ന എല്ലാ നല്ലതിനെ നമുക്ക് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. നല്ലതിനെ നല്ലതെന്നും പറയാം, കൊള്ളാത്തതിനെ കൊള്ളാത്തതാണെന്നും പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയും നമ്മൾ LDF ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ LDFിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടായിട്ടും VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോഴും ഉത്തരം പറയാനില്ല. അതായത് വയനാടിൻ്റെ മറവിൽ പിരിച്ച കൊള്ളപ്പണം, അല്ലെ വയനാടിൻ്റെ മറവിൽ മുഖ്യ പണം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ലാതെ, ഉത്തരം മുട്ടി ഗത്യന്തരമില്ലാതെ ഓടി നടക്കുന്ന VD സതീശൻ നമ്മൾ കാണുന്നുണ്ടല്ലേ. അങ്ങനെ VD സതീശൻ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ പറയുന്ന പ്രകടന പത്രിക പുറത്തുവിടുക, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു ഇത്രയും നാളും ഉണ്ടായിരുന്ന പ്രകടനങ്ങൾ, അല്ലെ പ്രവർത്തനങ്ങളുടെ ഒരു രേഖ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് 100 കാര്യങ്ങളും നടപ്പിലാക്കി എന്നുള്ള രീതിയിലാണ് ഒരു പത്രിക, അല്ലെ അവരുടെ ഒരു പ്രവർത്തന രീതികളുടെ ഒരു കുറിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ആ കുറിപ്പ് പുറത്തുവിടുമ്പോൾ അതിനെയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നത്. അതായത് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല, എല്ലാം വെറുതെ തട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ്, എല്ലാം ഉടായ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ഈ വയനാടിൻ്റെ വിഷയത്തിൽ നിങ്ങൾ മുക്കിയ പണത്തിൻ്റെ അളവും നിങ്ങൾ മുക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് VD സതീശന് ഉത്തരവുമില്ല. അത് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ വെറുതെ അവിടെയും ഇവിടെയും തൊടാതെ വേറെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്ന VD സതീശനടക്കമുള്ള കൊങ്ങികളുടെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാണ്. എന്തായാലും ആര് നല്ലത് ചെയ്താലും ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഇലക്ഷനിലുള്ള ഈ പ്രഹസനങ്ങളോ അല്ല ഈ വിളിച്ചു പറയലോ ഒന്നുമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല നേതാക്കന്മാരെയാണ്. ആ രീതിയിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും BJPക്കും LDFനും എല്ലാം കയറി വരാൻ സാധിക്കും. അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നില്ല, ഇലക്ഷൻ വരുന്ന സമയത്ത് വെറും പ്രഹസനങ്ങൾ കാണിക്കാൻ മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അടപടലം മൂഞ്ചി പോകുന്നൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.